പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈസ്റ്റർ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ഇട്ടാണ്. അതിനു മുമ്പ് ഒരു കാര്യം, നമ്മൾ ഈ കൊറോണയുടെ ഈ ടൈമിൽ എല്ലാവരും ഗവൺമെൻറ് നിർദ്ദേശങ്ങൾ പാലിക്കുക, ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക, വീട്ടിൽ പരമാവധി ഇരിക്കുക. അങ്ങനെ ഇരുന്ന് കൃത്യമായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ നമുക്കിത് നീണ്ടുപോകാണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവർക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിത് നീണ്ടു പോകട്ടോ. അപ്പോൾ അതങ്ങനെ. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ നിങ്ങൾക്ക് മകൻ കോടീശ്വരിൽ പങ്കെടുത്ത എൻ്റെ വീഡിയോ അതിൻ്റെ ലിങ്ക് തരാൻ പറഞ്ഞിട്ട് കണ്ടമാനം പേര് വിളിക്കുന്നുണ്ട്, കണ്ടമാനം പേര് കമൻറ്റുകളിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പങ്കെടുത്ത 2013 അതിൻ്റെ അതായത് അത് യൂട്യൂബിലില്ല, വീഡിയോ യൂട്യൂബിലില്ല. അപ്പോൾ അത് അതിൻ്റെ ഫേസ്ബുക്ക് പേജ് ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നെ പിൻ ചെയ്തും വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാം. പിന്നെ വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ചിക്കൻ റോസ്റ്റിലേക്ക് വേഗം കിടക്കാം. ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു 2.5 കിലോൻ്റെ ഒരു ബ്രോയിലർ കോഴി വാങ്ങിച്ചിട്ട് അത് കഷ്ണങ്ങളാക്കിയിട്ടാണ്, വലിയ പീസുകളാണ് കണ്ട, ഇങ്ങനത്തെ വലിയ പീസുകൾ ആക്കിയതിന്. ഇതൊരു 1.5 കിലോൻ്റെ അടുത്തുണ്ടാവും കേട്ടോ ഈ സാധനം. നമ്മൾ ആദ്യം തന്നെ ഒരു മസാലക്കൂട്ട് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ അരിപ്പൊടി ഇടണം. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ മൈദ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടിയുടെ കളർ കാണുമ്പോൾ മുളക് പൊടി പോലെ തോന്നും, ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, സാധാരണ മുളക് പൊടി കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, അത് നന്നായി പേസ്റ്റ് ആക്കിയത്. ഇത്തിരി കൂടുതൽ ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പകുതി ഇതിലേക്ക് ഇടണം, പകുതി നമ്മൾ മാറ്റി വയ്ക്കണം. പിന്നെ ഒരു കോഴിമുട്ട, ഒരു ചെറുനാരങ്ങയുടെ നീര്, ഇതിന് പകരം വിനാഗിരി ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. കൈ കൊണ്ട് മിക്സ് ചെയ്യട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ ടീസ്പൂൺ കൊണ്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എങ്ങനെയും കൈ പ്രയോഗിക്കേണ്ടി വരും നമുക്ക്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചിക്കൻ കഷ്ണങ്ങൾ ഇടുന്നു. അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങളാണ് കേട്ടോ. ചിക്കൻ കഷ്ണങ്ങൾ ഇട്ടിട്ട് ഇതിൽ തേച്ച് പിടിപ്പിക്കുന്നു. നമ്മൾ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടാ. ഇതൊരു 1/2 മണിക്കൂർ നേരം ഇരിക്കണം. എന്നിട്ടാണ് നമ്മളിത് വറക്കാട്ടോ. ഇത് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ്. ഇത് നമ്മൾ പേസ്റ്റ് ആക്കി കൊണ്ടിരുന്നു. നമ്മുടെ അണ്ടിപ്പരിപ്പില്ലേ, അത് നമ്മൾ പേസ്റ്റ് അടിച്ച് കൊണ്ടു കേട്ടോ. നമ്മൾ ചിക്കനില്ലേ ഇങ്ങനെ മസാല പറ്റി വെച്ചിട്ട് 1/2 മണിക്കൂറായിട്ടാണ് നമുക്കിത് വറക്കാം. നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നു കേട്ടോ. ഓയിൽ ചൂടായിട്ടാണ്. അപ്പോൾ നമുക്ക് ഓരോ കഷ്ണങ്ങളിട്ടിട്ട്, ഓരോ കഷ്ണങ്ങളല്ല കേട്ടോ, ഒരു 3 കഷ്ണങ്ങൾ വെച്ചിട്ട് നമുക്ക് വറക്കാൻ പറ്റില്ല കേട്ടോ. ഒരു മീഡിയം തീയാണ്ട് കൊടുക്കുക. നമ്മളിതിലിട്ട് കഴിഞ്ഞിട്ട് ഒരു 2-3-4 മിനിറ്റ് നേരം അതിനെക്കാണ്ടിരിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് മറിച്ചിടണം. നമ്മുടെ ചീഞ്ചട്ടി ചെറുതാണ് കേട്ടോ. നമ്മുടെ ഫസ്റ്റത്തെ ചിക്കൻ ഫ്രൈ ആയിട്ടാണ് വറുത്തത് നമ്മളിലേക്ക് മാറ്റി വയ്ക്കണം. ഫസ്റ്റ് വറുത്ത് വെച്ച് കഴിഞ്ഞു, അടുത്ത് വറക്കാം കേട്ടോ. ഇങ്ങനെ മെയ്തിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തുണ്ട് പോലും മസാല ഈ ഓയിലേക്ക് വരില്ല കണ്ട. അതാണ് അതിൻ്റെ ഗുണം. അപ്പം നമ്മൾ അടുത്ത് വറക്കണു. നമ്മുടെ ചിക്കൻ കംപ്ലീറ്റ് വറുത്ത് വെച്ചിട്ടാ. ഇത് ഭയങ്കരമായിട്ട് മുറുക്കി വറക്കണ്ട കേട്ടോ. ഒരു മീഡിയം, നമ്മൾ ഏകദേശം അറിയാം എനിക്ക് കണ്ട, ഈ ലെവലിൽ വറക്കാനേ പാടുള്ളൂ കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ അറിയാം. നമ്മൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഒരു ഉരുളി അടുപ്പത്ത് വയ്ക്കണം, തീ കത്തിക്കണം. ഉരുളി ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വറുത്ത ഓയിലിൽ നിന്ന് ഇങ്ങനെയാണ് കുറച്ചുകൊണ്ട് ഒഴിക്കുക. ഈ ഓയിൽ ചൂടായി തുടങ്ങിയിട്ടാ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു സ്വല്പം കറുവപ്പട്ട, ഒരു 3-4 ഏലക്കായ, ഒരു 5-6 കരയാമ്പൂ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, അതിരിക്കുന്നു. ജീരകമല്ല കേട്ടോ, പെരിഞ്ജീരകം. ഇതാണ് മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 3-4 പച്ചമുളക് അരിഞ്ഞത്,
2 കതിര് വേപ്പില. വേപ്പില കഴുകിയ കാരണമാണ് ഈ വെള്ളത്തിൻ്റെ ഇത് കാരണം ഇങ്ങനെ പൊട്ടിത്തെറി. ഇതൊന്ന് മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് 2 സവോള അരിഞ്ഞത്, നമ്മുടെ സവോള ഒരുവിധം വാടിയിട്ടാണ്, ഭയങ്കരമായിട്ടാണ് മൊരിക്കണ്ട. അപ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റില്ലേ നമ്മൾ മാറ്റി വെച്ചത് അതിരിക്കുന്നു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തീ സിമ്മിലിട്ടിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ 2 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഗരം മസാലപ്പൊടി ഇല്ലേ അത് 1/2 ടീസ്പൂൺ, ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ടാ, ജീരകപ്പൊടിയല്ല പെരിഞ്ജീരകം. പിന്നെ നമുക്ക് മീറ്റ് മസാല ഇത് വേണമെങ്കിൽ നിർബന്ധമല്ലേ, വേണമെങ്കിൽ ചേർക്കാം, അത് ഒരു 1/2 ടീസ്പൂണോളം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇളക്കണം. നമ്മളിപ്പോൾ ഇട്ട പൊടികളൊക്കെ മൂത്ത് തുടങ്ങി. 2 തക്കാളി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്കിടാം. നമ്മൾ തക്കാളിയിൽ ഇതൊക്കെ ഇതിങ്ങനെ ആക്കാട്ടാ, ഉടയനോട് കുഴപ്പമില്ല. തക്കാളി നന്നായി വേവണം. നമ്മുടെ ഇതിലത്തെ തക്കാളിയൊക്കെ വെന്തുട്ടാ. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. നമ്മുടെ ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടുക കേട്ടോ. ഇതിലത്തെ വെള്ളം മുഴുവൻ വറ്റണം, എന്നിട്ട് എണ്ണ തെളിയും ചെറുതായിട്ട്. നമ്മുടെ ഈ വെള്ളം വറ്റിയിട്ട് എണ്ണ തെളിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ചതില്ലേ അതിരിക്കാണ്ട് ചേർക്കണം. എന്നിട്ട് ഇളക്കണം. അപ്പോൾ തീ ഇനി വലിയ തീ വേണ്ട, നേരിയ തീ മതിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ കഷ്ണങ്ങൾ ചേർക്കാം കേട്ടോ. ഈ ചിക്കൻ ഇട്ടിട്ട് ഒരു 5-10 മിനിറ്റ് നേരം ഒരു ചെറിയൊരു സിമ്മിൽ, വലിയ തീ വേണ്ട, ചെറിയൊരു സിമ്മിൽ ഇതിട്ട് വയ്ക്കുക. ആ സമയത്ത് സരിത ഇവിടെ വെള്ളപ്പം ഉണ്ടാക്കുന്നുണ്ട്. അയ്യോ ഞാൻ തുറന്നു നോക്കി. വെള്ളാപ്പത്തിൻ്റെ റെസിപ്പി ഇപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ. അത് ചിക്കൻ റോസ്റ്റ് ഉരുളിയിൽ കിടന്ന് മറയണം കേട്ടോ. ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. നമ്മൾ വെറുതെ ഒരു ചെറിയ ചൂടിൽ കുറച്ച് നേരം ഇടുന്നു മാത്രം കേട്ടോ. നമ്മുടെ ചിക്കൻ റോസ്റ്റിൻ്റെ തീ ഓഫ് ചെയ്യാം, അത് ഇറക്കി വയ്ക്കാൻ പോവാണ്. ആഹാ തകർപ്പൻ സാധനം. നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. ഗ്രേവി വളരെ കുറവായിരിക്കും ഇതിന്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ഇടാ. ഇത് ഈ റെസിപ്പി നമ്മുടെ സരിതേരെ ആങ്ങളാരിന് എല്ലാവർക്കും അറിയായിരിക്കും. തുന്തുരുവിനെ നമ്മുടെ പ്രഗ്നൻസി സ്റ്റോർ ചേട്ടനൊന്നും പറയണ്ട. അതല്ലാന്ന് അവൻ ദുബായിലത്തെ അറ്റ്ലാന്റിസ് ഹോട്ടലില് ഷെഫാണ് കേട്ടാ. ജഗു തിന്നു തുടങ്ങി. നമുക്ക് തിന്നോട്ട് കാര്യം പറയാം. നമ്മുടെ പ്രഗ്നൻസി സ്റ്റോറിയില് അവന്റെ തുന്തുരുവിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ചൂടുണ്ടോ കേട്ടോ. അപ്പോ
അതാണെങ്കിൽ ഞാൻ പകുതിയിൽ വെച്ച് നിർത്തി അവൻ്റെ കാര്യം. അവൻ സൗദിയിൽ പോയിട്ട് പെട്ട കാര്യം. അപ്പോൾ കുറേ അതിൽ കമൻസ് ഉണ്ടായിരുന്നു, അനിയന് പിന്നെ എന്തുട്ടുണ്ടായി എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അനിയന് പിന്നെ എന്തുട്ടുണ്ടായെന്ന് വെച്ചെങ്കിൽ അവൻ അവിടെ നിന്ന് പോന്നു. 2 വർഷത്തെ കോൺട്രാക്റ്റിലായിരുന്നു പോയിണ്ടായിരുന്നേ. പക്ഷെ 1 വർഷം അവിടെ നിന്നിട്ട് നാട്ടിലൊരു രജിസ്ട്രേഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോന്നു. ആ 1 കൊല്ലം കുറേ അവൻ കഷ്ടപ്പെട്ടു. മര്യാദയ്ക്ക് ഭക്ഷണം ഉണ്ടായിരുന്നില്ല, ബ്രെഡൊക്കെ മാത്രം കഴിച്ചിട്ടാണ് ജീവിച്ചോടണം. സാലറിയും കിട്ടിയിട്ടില്ല അധികം. സാലറി 2, 3, 4 മാസമൊക്കെ എത്തുമ്പോഴാണ് അവർ എന്തെങ്കിലും കൊടുത്തോടണേ. ഫുഡ് അവിടെ നിന്ന് കിട്ടിയോടന്നു ഈ ബ്രെഡ്. ഇതൊരു സാൻഡ്വിച്ചിൻ്റെ ഷോപ്പായിരുന്നു അത്, വലിയ ഹോട്ടലൊന്നുമല്ല. അപ്പോൾ അവിടെ ഈ ബ്രെഡ് അങ്ങനത്തെ സാധനങ്ങൾ തന്നെ ഉള്ളു. പിന്നെ ഈ റൊട്ടി അങ്ങനത്തെ സാധനങ്ങളില്ല, അതാ ഉള്ളു. അപ്പോൾ അതൊക്കെ കഴിച്ച് 1 കൊല്ലം ആളവിടെ നിന്നു. പിന്നീട് രക്ഷപ്പെട്ടു പോകുന്നു. വീട്ടില് നാട്ടിലൊരു സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന്. അങ്ങനെ അവന് പാസ്പോർട്ട് കിട്ടി. അതുകൊണ്ട് അങ്ങനെ ആള് നാട്ടിൽ എത്തി. പിന്നെ ഇവിടെ 1 കൊല്ലം 2 കൊല്ലം അങ്ങടാന്ന് തോന്നുന്നു ഇവിടെ നിന്നിട്ട് പിന്നെ വീണ്ടും ദുബായിലേക്ക് പോയി. അറ്റ്ലാന്റിസ് ഹോട്ടലില് ആണ് അവൻ നിൽക്കുന്നത്. അപ്പൊ ഹോട്ടലില് പെട്ടു. ഏപ്രിൽ 2-ാം തീയതി ഫ്ലൈറ്റ് ബുക്ക് ചെയ്തതായിരുന്നു. അപ്പൊ പക്ഷേ കൊറോണ കാരണം പെട്ടു ജഗ് പറഞ്ഞു. ശരിയാട്ടാ, ഞങ്ങള് പെട്ടു. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പൊ ഹോട്ടല് അടച്ചു എന്ന് തോന്നുന്നുണ്ട്. ഗസ്റ്റ് ഒന്നുമില്ല. പക്ഷെ ഇവര് സ്റ്റാഫിനെയൊക്കെ അവിടെ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ആക്കിയേക്കാണ്. അങ്ങനെ ഈ ചിക്കൻ റോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ചിക്കൻ്റെ ലെഗിനാണ് ഭയങ്കര പ്രാധാന്യം കൊടുക്കാൻ തോന്നുന്നു അല്ലേ? ഞാനിത് കഴിക്കാൻ കേട്ടാ. അതെ, പുളി കൂടുതലാണ്. എന്തുട്ടിന്റെ പുളിയാ? തക്കാളി ഇത് വേണമെങ്കിൽ ഒന്ന് കഴിച്ചിരിക്കാം. എടുത്ത് പിടിക്കേ. ജഗു ചിക്കൻ ലെഗ് തിന്നും. എങ്ങനെയുണ്ട് സാധനം? പറയ്. അധികം വറക്കുമ്പോൾ ചിക്കൻ അധികം മുറുക്കം കൊടുക്കരുത്. അപ്പം തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും, സോഫ്റ്റ് ആയിട്ടിരിക്കും. നാടൻ കോഴി കൊണ്ട് ഇത് ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ബ്രോയിലർ കൊണ്ടാ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടാ. അപ്പോൾ നല്ല ചിക്കൻ റോസ്റ്റാണ് തിന്നാനും. ജഗു ആയത് പറഞ്ഞിട്ടിരിക്കുന്നു. ആദ്യം ഇട്ടാ ജഗു. അപ്പം അതിന്ന് കഴിച്ചു. ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മളധികം സംസാരിക്കുന്ന ഇതിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് ഞാൻ നിർത്താം. എനിക്കിനി ബാക്കി വെള്ളയപ്പം ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം കേട്ടോ.